വസു, നിങ്ങൾ ഈ ബാഗ് എടുത്തോണ്ട് എങ്ങോട്ടാ? ഞങ്ങൾ തിരിച്ചു പോവാ ചേച്ചി. എങ്ങോട്ടാ മോളെ? ഞങ്ങളുടെ നാട്ടിലേക്ക് ഭാസ്കരേട്ടാ. ഈ വയലും മത്സരവും അതൊക്കെ അതൊന്നും വേണ്ടെന്നാ ഏട്ടൻ പറയുന്നേ. ഒരു തവണ കൂടി നീ ഒന്ന് ആലോചിക്കാമേ. ആലോചിക്കാൻ മാത്രം ഇനി ഒന്നുമില്ല അച്ഛാ. അഭിയോട് നീയെങ്കിലും പറയൂ വസു. ഏട്ടനോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാ. ഇനി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല അമ്മേ. ഇപ്പോഴെങ്കിലും നല്ല തീരുമാനം എടുത്തല്ലോ, വളരെ സന്തോഷം. എല്ലാം നിങ്ങൾ കാരണമാ. നിങ്ങൾ വയല് നശിപ്പിക്കുമെന്ന് കരുതി അഭി മത്സരം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇങ്ങനെ തന്നെ പോകുന്നില്ല. അച്ഛൻ എന്താ കുഴപ്പം? അങ്ങനെ പറയാൻ നിനക്ക് നാണമില്ലേടാ? നിനക്ക് വയല് തന്നത് കൃഷി ചെയ്യാൻ വേണ്ടിട്ടാ, അത് നശിപ്പിക്കാൻ വേണ്ടിയല്ല. ആവശ്യമില്ലാത്ത സംസാരം വേണ്ട. മത്സരത്തിൽ നിന്ന് അവര് മാറി, അവര് തോറ്റുപോയി. അഖിലാണ് ജയിച്ചത്. വയല് ഞങ്ങളുടെ പേരിലാക്കാൻ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തരണം. അച്ഛന് വേറെ ഒരു ഓപ്ഷനും ഇല്ല. മത്സരം നടത്തുമെന്ന് പറഞ്ഞത് അച്ഛനാ. ജയിക്കുന്നവർക്ക് മുഴുവൻ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞതും അച്ഛൻ തന്നെയല്ലേ? വാക്ക് മാറാൻ പറ്റില്ല. അച്ഛൻ സൈൻ ചെയ്തേ. എന്റെ ജീവൻ പോയാലും ഞാൻ ഒപ്പിടില്ല. വയല് വേണമെങ്കിൽ എന്നെ കൊന്നിട്ട് അത് നിങ്ങൾ കൈക്കലാക്കിക്കോ. അച്ഛാ, ഒപ്പിട്ട് കൊടുത്തേക്ക്. അഭി, ഞാനല്ലേ പറയുന്നത് അച്ഛാ. പ്ലീസ് ഒപ്പിട്ട് കൊടുത്തേക്ക്. എന്താടോ ഡ്രൈവർ, തനിക്ക് ബോധമില്ലേ? സാർ അദ്ദേഹത്തിന്റെ ബന്ധുവീട്ടിലേക്കല്ലേ കൊണ്ടുപോകാൻ പറഞ്ഞത്? എന്നിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത്? ശരിയായ സ്ഥലത്ത് തന്നെയാ വന്നിരിക്കുന്നത്.
പി എ സാർ, ഇത് അവരുടെ രണ്ടുപേരുടെയും വീടാണല്ലോ, എന്നിട്ട് ശരിയായ സ്ഥലമാണെന്ന് പറയുന്നു. ആദ്യം പാർട്ടിയെ കാണുന്നു സാർ തന്നെയല്ലേ പറഞ്ഞത്? ആ, അതിനായി ഇങ്ങോട്ട് വന്നെന്ന് തോന്നുന്നു സാർ. എന്താ MLA, നിങ്ങൾ PA-യോട് എന്താ സംസാരിക്കുന്നത്? നിങ്ങൾ നല്ല തീരുമാനമാണ് സാർ എടുത്തത്. ഞാൻ എടുക്കുന്ന തീരുമാനം എപ്പോഴും നല്ലതായിരിക്കും. വരൂ സാർ, അകത്തേക്ക് പോവാം. അത് പറയേണ്ടത് ഞാനാ. വരൂ, അകത്തോട്ട് പോകാം. എന്താടോ പി എ, ഇത് അദ്ദേഹത്തിന്റെ ബന്ധുവീടാണെന്ന് കരുതി എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. എനിക്ക് എവിടെയോ ഇടിക്കുന്നുണ്ടല്ലോ സാർ. തനിക്ക് എവിടെ ഇടിച്ചത്? ഇന്ന് നമ്മുടെ വഴിയിൽ നായയും പൂച്ചയും ഒന്നും കുറുകെ വന്നില്ലല്ലോ. മിണ്ടാതെ കൂടെ വാ. സ്വന്തം മകൻ പറഞ്ഞപ്പോ ഒപ്പിട്ട് കൊടുത്തില്ല, വളർത്തു മകൻ പറഞ്ഞപ്പോ ഒപ്പിട്ട് കൊടുത്തു. കാർത്തികേ, സ്വന്തം മക്കള് പ്രതികാരം ചെയ്യാൻ നോക്കുന്നു. വളർത്തു മക്കൾ ഞങ്ങളോട് നന്ദി കാണിക്കുന്നു. ഞങ്ങളുടെ വാക്ക് ആരും തന്നെ കേൾക്കുന്നില്ല. ഞങ്ങളുടെ തുണ ആർക്കും തന്നെ ആവശ്യമില്ല. ആർക്കും വിൽക്കാൻ കഴിയാത്ത സ്വത്ത്, ആർക്കും വാങ്ങാൻ കഴിയാത്ത സ്വത്ത് അമ്മയ്ക്ക് അച്ഛന്റെ രൂപത്തിലുണ്ട് അമ്മേ. വാങ്ങിക്കോളൂ അഖിൽ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിവിടെ ഉണ്ടെന്ന് എന്റെ മരുമകൾ പറഞ്ഞു. മുൻകൂട്ടി അറിയിക്കാതെ വന്നതിന് എന്നോട് ക്ഷമിക്കുക. അയ്യോ, അതൊന്നും സാരമില്ല. ആളിന് ഇരുന്നാട്ടെ. ഞാൻ ഇങ്ങോട്ട് വന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അതൊന്നും ഒരു കുഴപ്പമില്ലല്ലയാ. ആളിന് ഇരുന്നാട്ടെ. ആ, എന്തോ ഡിസ്കഷനിലാണെന്ന് തോന്നുന്നു. ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ലല്ലോ? കുടുംബമായി പ്രത്യേകം താമസിക്കുന്നുവെങ്കിലും എല്ലാവരും ഈ നാട്ടിൽ വന്ന് കൂട്ടുകുടുംബമായി താമസിക്കുന്നു. ഇത് എന്റെ അഭിറാമിന്റെ ഐഡിയയാണോ? ശരിയല്ലേ അഭിറാം? എന്താ വസുന്ധരെ, ഇതെന്താ ബാഗുമായിട്ട്? എങ്ങോട്ടെങ്കിലും പോവുകയാണോ? ഞാനും വസുന്ധരയും സിറ്റിയിലേക്ക് പോവുക. എന്താ ഈ പറയുന്നത്? എല്ലാവരും ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്? ഒരുമിച്ച് പോയാൽ പോരെ? അല്ല അഭിറാം, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ നാട്ടിലൊരു വയൽ വാങ്ങാൻ പോകുന്നു. ആ കാര്യത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കണം. എന്റെ കൂടെ വന്നവരുടെ MLA സാർ, MLA സാർ. വരുന്നു സാർ. ഇത് സാറിന്റെ സ്വന്തം വീട് പോലെ അകത്തേക്ക് വന്നിരിക്കുന്നു. ഇതെന്റെ സ്വന്തം വീട് തന്നെയാ. ആ വയലിനോടൊപ്പം ഇനി ഈ വീടും കൂടി വാങ്ങാൻ പോവാണോ എന്തോ? എനിക്ക് എവിടെയോ ഇടിക്കുന്നുണ്ട് സാർ. ആ വയല് വിൽക്കുന്നവര് ഇപ്പൊ അവരെ കുറിച്ച് എന്തിനാ? ഇവരാണ് സാർ. അവരാരാ? അവരാണ് സാർ ഇവര്.
നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഓ ഇവരെന്റെ ബന്ധുക്കളാ. അല്ല സാർ, ആ വയൽ വിൽക്കുന്നത് ഇവരാണ് സാർ. ഇവരോ? സാറിന്റെ ബന്ധുക്കളോ? എനിക്ക് എവിടെയോ ഇടിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ സാർ. എന്താളിയാ, വയൽ വിൽക്കാൻ പോകുന്നു? നിങ്ങളുടെ വയൽ വാങ്ങാൻ ഞാൻ വന്നിരിക്കുന്നു. നിങ്ങൾ എന്തിനാ വയൽ വിൽക്കുന്നത്? അതായത് മോളുടെ കല്യാണമല്ലേ എളിയ. കല്യാണത്തിന് വേണ്ടി വയൽ വിൽക്കുന്നു? അത് പിന്നെ സ്ത്രീധനമൊക്കെ ഞങ്ങൾ തരണ്ടേ സാർ? അത് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടോ? ഉടുത്തിരിക്കുന്ന തുണിയോടെ എന്റെ മരുമകളെ എന്റെ വീട്ടിലേക്ക് അയച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്താ അഭിറാം, നിങ്ങൾ പോലും ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചവനാ. നിങ്ങളോട് ഞാൻ സ്ത്രീധനം ചോദിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവര് നിങ്ങളോട് പറഞ്ഞത് കള്ളമാണ്. അച്ഛാ. നീ മിണ്ടരുത്. ഇതിൽ അഭിക്ക് ഒരു ബന്ധവുമില്ല. എന്റെ 2 മക്കളുമാ വയല് വിൽക്കാൻ നോക്കുന്നത്. അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാ. അന്നം തരുന്ന ഈ വയല് വിറ്റിട്ട് കോടീശ്വരന്മാരാകാൻ നോക്കുക. അച്ഛാ, എന്താടാ നിന്റെ തനി സ്വഭാവം പുറത്തു വന്നുവല്ലേ? നിനക്ക് തുണയായിട്ട് ഒരു മഹാഭാബി ആ MLA കൂട്ടിനുണ്ട്. മുദ്രപത്രത്തില് ഒപ്പിട്ട് കഴിഞ്ഞല്ലോ അച്ഛാ. ഇനി എന്താ സംസാരിക്കാനുള്ളത്? ഞങ്ങളുടെ അച്ഛൻ ഈ മുദ്രപത്രത്തില് ഒപ്പിട്ട് കഴിഞ്ഞു. ഇനി ഈ വയല് നിങ്ങൾക്ക് സ്വന്തം. സ്വർണം വിളയുന്ന ഈ വയൽ വിൽക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സുണ്ടായത്? നിങ്ങളിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അഭിറാം, നിങ്ങൾക്കെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ? നിങ്ങളുള്ളപ്പോൾ ആ വയൽ വിൽക്കാൻ സമ്മതിക്കുന്നത് എന്തിനാ? അവര് വിൽക്കാൻ തയ്യാറല്ലേ സാർ? പിന്നെന്താ വാങ്ങിയാല്? സോറി, എനിക്ക് ഈ വയൽ വാങ്ങാൻ താല്പര്യമില്ല. വയലും വീടും എത്രമാത്രം സെന്റിമെന്റ്സ് ആണെന്ന് എനിക്കറിയാം. സോറി അഭിറാം, ഈ നാട്ടിൽ വന്ന് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സന്തോഷമായിരിക്കണമെന്ന് വിചാരിച്ചു. എന്നാൽ നിങ്ങളുടെ ചേട്ടനും അനുജനും ചെയ്ത പ്രവർത്തിക്ക് ഇവിടെ നിന്ന് പച്ചവെള്ളം പോലും കുടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു പോവുകയാണ്. സാർ 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 നിൽക്ക് സാർ, ഞാൻ പറയുന്നത് കേൾക്ക് സാർ. സാറിന് ഫാക്ടറി കെട്ടണമെങ്കിൽ ഏതെങ്കിലും സ്ഥലം വേണമല്ലോ സാർ. സാർ, ഞാൻ ഫാക്ടറിയെ കെട്ടാൻ ഉദ്ദേശിക്കുന്നത് കല്ലറയല്ല. കാവ്യയെ എന്റെ മരുമകളാക്കാമെന്ന് പറഞ്ഞതും ഫാക്ടറിക്ക് പെർമിഷൻ കിട്ടിയെന്ന് ഞാൻ സന്തോഷിച്ചു. പക്ഷേ ഇവർക്ക് പാരമ്പര്യമായി കിട്ടിയ പാടത്തെ ആ ഫാക്ടറിക്ക് വേണ്ടി വാങ്ങി പാപം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ കയ്യിൽ പണമുണ്ട്, എന്നാൽ അന്യായം ഞാൻ ചെയ്യില്ല. അഭിറാം നിങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള ഒരേ ഒരു കാരണത്താൽ നിങ്ങളോട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അഭിറാം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പ്രതികരിക്കുന്നത് ഇങ്ങനെയായിരിക്കില്ല. സാർ, ഡീൽ ക്യാൻസൽ. സാർ സാർ ഞാൻ പറയുന്നത് കേൾക്ക് സാർ. എന്താ ഉണ്ണി നീ അവിടെ തന്നെ നിന്ന്? എനിക്കൊരു സംശയമുണ്ട് അച്ഛാ. പറയൂ മോനെ. എന്റെ മലയാളം ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് തർക്കങ്ങൾ ഉണ്ടായതെന്ന്. തന്റെ മകൻ ഭരതൻ രാജാവാകാൻ വേണ്ടി
അമ്മ കൈകേയി രാമനെ കാട്ടിലേക്ക് പറഞ്ഞയച്ചു. രാജ്യം സ്വന്തമാക്കാൻ വേണ്ടി പാണ്ഡവന്മാർ കൗരവന്മാരോട് യുദ്ധം ചെയ്തു. പക്ഷേ ഇവിടെ നമ്മുടെ മുത്തശ്ശി കൈകേയൊന്നും അല്ലല്ലോ അച്ഛാ. വല്യച്ഛനും അഖിൽ ചെറിയച്ഛനും വേണ്ടി സ്വത്ത് വേണമെന്നും മുത്തശ്ശി ആവശ്യപ്പെട്ടില്ലല്ലോ. വല്യച്ഛനും ചെറിയച്ഛനും ചോദിക്കുന്നതിന് മുൻപേ സ്വത്ത് മുഴുവൻ അച്ഛൻ അവർക്ക് കൊടുക്കുകയും ചെയ്തു. മുത്തശ്ശി സെൽഫിഷ് ഒന്നും അല്ല. പക്ഷേ നമ്മൾ ആ വലിയ വീട് വിട്ടിട്ട് ഈ ചെറിയ വീട്ടിൽ വന്ന് താമസിക്കുന്നു. വലിയച്ഛനും ചെറിയച്ഛനും വേണ്ടി സ്വത്ത് മുഴുവൻ അച്ഛൻ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ എന്നിട്ട് അവർക്ക് ഇപ്പോഴും അച്ഛനോട് ദേഷ്യം തന്നെയാണ്. അതെന്തിനാ അച്ഛാ? അച്ഛൻ വളരെ നല്ല ആളാ. ആരും ചോദിക്കാതെ തന്നെ എല്ലാരെയും സഹായിക്കുകയും ചെയ്യും. എന്നിട്ട് പോലും അച്ഛൻ എന്താ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? അച്ഛൻ ഇങ്ങനെ പെരുമാറുന്നത് തെറ്റാണോ അച്ഛാ? നല്ലവരായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? മോശക്കാരനായിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നോ? ഇല്ല ഉണ്ണി, എപ്പോഴും മോശക്കാരനായിട്ടിരിക്കാൻ പാടില്ല. നല്ല ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ടായാൽ അതൊരു പണിഷ്മെന്റായി കാണരുത്. എപ്പോഴും നല്ലവരായിട്ട് തന്നെ കഴിയണം. അച്ഛൻ ഇത്രയൊക്കെ നല്ല ആളായിരുന്നിട്ടും വലിയച്ഛനും ചെറിയച്ഛനും എന്താ അച്ഛനോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നത്? ഇതിനു മുൻപ് അവര് നല്ലവരായിരുന്നല്ലോ. ഇത് കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ട് നന്നായിരിക്കും. അതെപ്പോഴായിരിക്കും അച്ഛാ? നമുക്ക് വീണ്ടും പഴയതുപോലെ ഒരുമിച്ച് കഴിയാൻ പറ്റുമോ? ബി പോസിറ്റീവ് ഉണ്ണി. എപ്പോഴും നല്ല രീതിയിൽ തന്നെ ചിന്തിക്കണം. അതുകൊണ്ടല്ല അച്ഛാ. ഉണ്ണി, അകത്ത് പോയി ഫ്രഷ് ആയിട്ട് വാ. ചെല്ല്. സോറി ഏട്ടാ, ഉണ്ണി എന്തോ അറിയാതെ. ഇല്ല വസു, കുട്ടികളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത് സാധാരണമാണ്. ഉണ്ണി സ്കൂളിൽ പഠിച്ച രാമായണവും മഹാഭാരതവും ഒക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന വഴക്കുകളുമായി താരതമ്യം ചെയ്ത് പറഞ്ഞതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഉണ്ണി നല്ല മെച്ചോർഡായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതുപോട്ടെ, ഏട്ടൻ എന്ത് തീരുമാനം എടുത്ത്? എന്തിനെ പറ്റി വസു? നാളെ മുതൽ നമ്മള് എന്താ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചാ ഞാൻ ചോദിച്ചേ. ഫാക്ടറിയിലെ ജോലി നമ്മൾ കളഞ്ഞു. ഇപ്പൊ ദാ വയലും പോയി. എന്തെങ്കിലും ഒരു ജോലി ചെയ്തല്ലേ പറ്റൂ. ഏതെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കാം. ഏട്ടൻ ജോബിന് അപ്ലൈ ചെയ്യുന്നോ? എന്തുകൊണ്ട് ചെയ്തുകൂടാ? ജോലി ചെയ്യുന്നത് തെറ്റാണോ? ഏട്ടൻ ജോലി തേടി നടക്കുന്നത് ശരിയല്ല. ഏട്ടൻ 10 ആൾക്ക് ജോലി കൊടുക്കുന്നതല്ലാതെ മറ്റൊരാളുടെ കീഴിൽ എങ്ങനെയാ ഏട്ടൻ ജോലി ചെയ്യുന്നത്? നന്നായിട്ടുണ്ട്. ഇവിടെ എനിക്ക് തന്നെ ജോലിയില്ല, പിന്നെ എങ്ങനെയാ ഞാൻ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുന്നത്? ഏട്ടൻ എന്ത് ജോലിയാ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. എന്റെ പാചകം കൊള്ളാന്ന് ഏട്ടൻ എപ്പോഴും പറയാറില്ലേ? സത്യത്തിൽ തന്റെ പാചകം നല്ല അടിപൊളിയാ. അത് ഞാൻ മാത്രമല്ല, എല്ലാരും പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കറിയാവുന്ന ആ പാചകം നമുക്ക് നമ്മുടെ ഒരു ജോലിയാക്കി മാറ്റിയാലോ? അല്ല, എന്താ പറഞ്ഞു വരുന്നേ? ഒരു ഹോട്ടൽ നടത്തിയാലോന്ന് ആലോചിക്കുക. ഹോട്ടലോ? അതെ ഏട്ടാ. എന്തായാലും ഏട്ടനും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം ഉണ്ടാക്കണം. അതേപോലെ ഒരു 10-20 പേർക്ക് പാചകം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വരുമാനം കിട്ടുമല്ലോ. അത് ശരിയാ, പക്ഷേ തന്നെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഇതിലെന്താ ബുദ്ധിമുട്ടുള്ളേ? എനിക്കറിയാവുന്ന ജോലിയല്ലേ. ഇല്ല വസു, കഷ്ടപ്പെടുന്ന ജോലി എന്റേതാ. ആ കാശൊക്കെ ഞാൻ സമ്പാദിച്ചോളാം. അത് നന്നായിട്ടുണ്ട്. കുട്ടിക്കാലം തൊട്ടേ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാതെ വളർന്ന ഏട്ടൻ ഇനി ബുദ്ധിമുട്ടാൻ പോവാണോ? കഷ്ടങ്ങളോടും ബുദ്ധിമുട്ടുകളോടും ജീവിച്ച് ഞാൻ ഇനി ജോലി ചെയ്യാൻ പാടില്ലേ? അതുകൊണ്ടാ താൻ ജോലി ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത്രയും നാള് കഷ്ടപ്പെട്ടതല്ലേ, ഇനിയെങ്കിലും കുറച്ചൊന്ന് ഹാപ്പി ആയിട്ടിരിക്കുക. ഏട്ടൻ ജോലി ചെയ്യുമ്പോ ഞാൻ എന്താ വെറുതെ ഇരിക്കണമെന്നാണോ? അതൊന്നും പറ്റില്ല. എനിക്കറിയാവുന്ന ജോലി ഞാൻ ചെയ്യും. ഏട്ടൻ നോക്കിക്കൊണ്ട് നിന്നാ മതി. അപ്പൊ എല്ലാവരും എന്നെ വഴക്ക് പറയുമല്ലോ.
തന്നെ ബുദ്ധിമുട്ടിച്ചിട്ട് ഞാൻ എങ്ങനെ വെറുതെ ഇരിക്കുന്നേ? ആ ആ, ഒരു കാര്യം ചെയ്യാം. ഞാന് വെറുതെ ഇരിക്കുന്നില്ല, ഏട്ടന് വെറുതെ ഇരിക്കുന്നില്ല. രണ്ടുപേരും കൂടി ചേർന്ന് ജോലി ചെയ്യാം. അതെങ്ങനെയുണ്ട്? അതല്ല ഞാൻ ഇനി ഏട്ടനൊന്നും പറയണ്ട. നമ്മൾ രണ്ടുപേരും ചേർന്ന് ജോലി ചെയ്യാൻ പോകുന്നു. ആ പ്ലാൻ ആലോചിച്ചാ മതി. ഉം? എന്താ ഏട്ടാ, വേദനിക്കുന്നുണ്ടോ? എനിക്ക് വേദനിക്കുന്നത് തലയല്ല ജയന്തി, ഹൃദയമാണ്. നമ്മുടെ രണ്ടു മക്കളും വലിയ ആപത്തിലെടുത്തിട്ടിരിക്കുകയാണ് നമ്മളെ. ഇപ്പൊ നമ്മുടെ ആപത്തൊക്കെ മാറിയില്ലേ ഏട്ടാ? ആ വയല് നമ്മൾ വിറ്റില്ലല്ലോ, നമ്മളതിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ? നമ്മൾ രക്ഷപ്പെടേണ്ടത് നമ്മുടെ സ്വാർത്ഥതയിൽ നിന്നാ. നമ്മുടെ മോളെ കല്യാണം നടത്തുന്നത് ഒരു സ്വാർത്ഥ ചിന്തയാണോ ഭാവനെ? വയല് വിൽക്കണ്ട നാബി പറഞ്ഞിട്ട് ഏട്ടൻ കേട്ടോ? അതേ കാര്യം ചെക്കന്റെ അച്ഛൻ പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടു. ആ ഒരൊറ്റ വാക്ക് എന്റെ ഏട്ടന്റെ മനസ്സ് മാറ്റിക്കളഞ്ഞു. ഇനി ഒരിക്കലും സ്ഥലം വിൽക്കാൻ ഏട്ടൻ സമ്മതിക്കില്ല.